ആ ഗോപിയല്ല ഈ ഗോപി. ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വാചകമാണ് ഇത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ വാചകം ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത്. തൃശ്ശൂരിൽ പ്രചരണ ചൂട് വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും അല്ലെങ്കിൽ ആ പ്രചരണ ചൂടുമെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് കൂടി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു വാചകം അല്ലെങ്കിൽ ഒരു കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഇടത് പാളയത്തിലെ സൈബർ സഖാക്കൾ വലിയ രീതിയിൽ അതിനെ പ്രചരണമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പുറത്തു വരുമ്പോൾ അത് തൃശ്ശൂരിൽ രാഷ്ട്രീയപരമായും വ്യക്തിപരമായും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്ന വിവാദങ്ങളെയെല്ലാം വലിയ ചർച്ചയാക്കി മാറ്റാനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴിതെളിക്കാനും സൈബർ സഹാക്കൾ മനഃപൂർവ്വമോ അല്ലാതെയോ ശ്രമിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ രഘു ഗുരുകൃപ ഇട്ട ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ, അതായത് ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് വലിയ രീതിയിൽ ഇപ്പോൾ വിവാദമാവുകയാണ്. ആ ഗോപിയല്ല ഈ ഗോപി എന്ന് തുടങ്ങുന്ന ഈ ഒരു പോസ്റ്റ് പറയുന്ന കാര്യം, അതായത് കലാമണ്ഡലം ഗോപി സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്നും അങ്ങനെ അനുഗ്രഹിച്ചില്ല എങ്കിൽ അത് ഒരു പത്മശ്രീയൊക്കെ വേണ്ടേ എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങളിലേക്ക് സുരേഷ് ഗോപിയുടെ അനുയായികൾ സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സ്നേഹപ്രകടനങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എല്ലാ സ്നേഹപ്രകടനങ്ങൾ മാത്രമല്ല എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കലാമണ്ഡലം ഗോപിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ സജീവമാകുന്ന സാഹചര്യത്തിൽ പോസ്റ്റ് പിൻവലിച്ച് ഈ ഒരു സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സ്നേഹപ്രകടനത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടതെന്നും ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നുവെന്നും കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ അറിയിച്ചെങ്കിലും തുടർന്നുള്ള ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. രഘു ഗുരുകൃപ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ച ആ ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ട്. ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക. വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും കളയരുത്. പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്ന ഇതിനാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അത് താൽക്കാലിക ലാഭത്തിനല്ല, അത് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ്. നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത്. പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു, നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന്. അച്ഛന് മറുത്തൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞു, എന്നോട് നിങ്ങളാരാ പറയാൻ, അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു, അത് മുതലെടുക്കാൻ വരരുത്, അത് ആശാൻ പറയട്ടെ എന്ന് അദ്ദേഹവും പറഞ്ഞു. അവസാനം അച്ഛൻ വിളിച്ചു പറഞ്ഞു വരണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നും അച്ഛൻ അങ്ങനെ എനിക്ക് കിട്ടണ്ടെന്നും. ഇനി ആരും BJPക്കും കോൺഗ്രസിനും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കേണ്ട, ഇതൊരു അപേക്ഷയായി കൂട്ടിയാൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാചകം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റായിരുന്നു കഴിഞ്ഞ ദിവസം രഘു ഫേസ്ബുക്കിൽ കുറിച്ചത്. അപ്പോൾ കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു വിവാദം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ അത് ഉയർന്നു വരിക തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം സുനിൽകുമാർ, ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുനിൽകുമാർ ടൊവിനോയ്ക്കൊപ്പമുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് തൃശ്ശൂരിലെ മിന്നും താരങ്ങൾ അല്ലെങ്കിൽ മിന്നുന്ന താരങ്ങൾ എന്നുള്ള ഒരു ടാഗോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പോസ്റ്ററായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ടൊവിനോ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസഡർ ആയതിനാൽ തന്നെ അയാളുടെ ഫോട്ടോ ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നതോ അല്ലെങ്കിൽ അയാൾക്കൊപ്പമുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതോ തിരഞ്ഞെടുപ്പ് ചട്ടത്തിന് വിരുദ്ധമാണെന്ന് തിരിച്ചറിയുക എന്ന് ടൊവിനോ തന്നെ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. അതിനെ തുടർന്ന് സുനിൽകുമാർ ഈ പോസ്റ്റ് പിൻവലിക്കുകയും ടൊവിനോ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ബ്രാൻഡ് അംബാസഡർ ആണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തിരുന്നതെന്നുള്ള ഒരു വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. ഇത് ഫേസ്ബുക്കിലെ BJP നേതാക്കൾ ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ BJP വിഭാഗത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ട് ഇത് മാറുകയും ചെയ്തിരുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കലാമണ്ഡലം ഗോപിയുടെ ഈ ഒരു വിഷയം വരുന്നത്. അപ്പോൾ സുനിൽകുമാറിനെ നേരിട്ട അതേ ഒരു വിമർശനം തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സൈബർ സഖാക്കൾ ഇത് ഏറ്റെടുക്കുകയും സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ വിമർശനത്തിലേക്ക് കൊണ്ടിടുകയും ചെയ്യുകയാണ്. ഒരുപക്ഷെ സുരേഷ് ഗോപി ഇത് അറിഞ്ഞോ അറിയാതെയോ ചെയ്താണെങ്കിൽ കൂടിയും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇനി നോട്ടയ്ക്കും പിന്നിലാകുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക എന്നുള്ള തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. കാരണം സുരേഷ് ഗോപി എന്ന നടനെയും സുരേഷ് ഗോപി എന്ന പ്രവർത്തകനെ, അതായത് ചാരിറ്റി പ്രവർത്തകനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ആരും തന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ആ ചർച്ചകളെല്ലാം വഴിതെളിക്കുന്നത്. അപ്പോൾ അത് സൈബർ സഖാക്കൾ കൃത്യമായി അതിൽ ഇടപെട്ട് അത്തരത്തിലുള്ള ഒരു വലിയ ചർച്ച അല്ലെങ്കിൽ വിവാദത്തിലേക്ക് ഒരു വഴിതെളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പ്രചരണ ചൂട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും ഇത്തരത്തിലുള്ള വിവാദങ്ങളും ഒക്കെ സജീവമാണ് അല്ലെങ്കിൽ സാധാരണയാണ്.
പക്ഷേ സുരേഷ് ഗോപിക്കെതിരെ പ്രത്യേക തരത്തിലുള്ള ഒരു അറ്റാക്കിംഗ് നടക്കുന്നുണ്ട് എല്ലാ മേഖലകളിലും. സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി ഊരിൽ പോയതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച വന്നിരുന്നു. അതിനെ തുടർന്നുള്ള ഒരു എതിർപ്പുണ്ടാകുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പോകുന്നതും പ്രചരണത്തിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ചുള്ള വീഡിയോകൾ കട്ട് ചെയ്ത് അതിലെ പോസ്റ്റുകൾ ട്രോളുകളാക്കിയും വിവാദങ്ങളാക്കിയും മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും രഘു ഗുരുകൃപയുടെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യത്തിൽ രഘു ഗുരുകൃപ തന്നെ അതിനൊരു മറുപടിയുമായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം താനിട്ട പോസ്റ്റ് വൈറലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്തൊരു സാഹചര്യം താൻ കണ്ടു. അതുകൊണ്ട് ഇന്നലെ താനിട്ട പോസ്റ്റ് എല്ലാവരും ചർച്ചയാക്കിയിരുന്നുവെന്നും സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ പോസ്റ്റ് തയ്യാറാക്കിയതെന്നും അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടതെന്നും ഈ ചർച്ച അവസാനിപ്പിക്കണമെന്നുള്ള ഒരു വിശദീകരണമാണ് ഈ കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം. വരും ദിവസങ്ങളിൽ തൃശ്ശൂർ വലിയ രീതിയിൽ ചർച്ചയാക്കി മാറാൻ സാധ്യതയുണ്ട്. കാരണം BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി അല്ലെങ്കിൽ BJP ഉയർത്തിക്കാടുന്ന തങ്ങൾക്ക് ഷുവർ സീറ്റ് എന്ന് കാണിക്കുന്ന ഒരു മണ്ഡലമായി തൃശ്ശൂർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സുരേഷ് ഗോപി എന്ത് വില കൊടുത്തും അവിടെ വിജയിക്കുമെന്നുള്ളൊരു സാഹചര്യമാണ് നിലവിൽ തൃശ്ശൂരിൽ BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ BJPയുടെ അത്രയും ശക്തമായ ഒരു മണ്ഡലം BJPക്ക് വിജയ സാധ്യതയുണ്ട് എന്ന് അവർ കരുതുന്ന, അവർ വിചാരിക്കുന്ന, ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയരുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ BJPയും ശ്രമിക്കുന്നുണ്ട്. എന്ത് വിലയും കൊടുത്ത് തൃശ്ശൂരിൽ വിജയമുറപ്പിക്കാനാണ് ഇടതുപക്ഷവും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് സുൽകുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ കത്തിക്കയറുന്നതിൻ്റെ ഒരു സാഹചര്യം, സൈബർ ഇടങ്ങളിൽ കത്തിക്കയറുന്നതിൻ്റെ ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ സൈലൻ്റായി വർക്ക് ചെയ്ത് വളരെ വലിയ രീതിയിൽ ജനപിന്തുണയോടുകൂടി K മുരളീധരനും ഒരു ഭാഗത്ത് ശക്തനാവുന്നുണ്ട്. തീർച്ചയായും തൃശ്ശൂർ മണ്ഡലം ഒരു ത്രികോണ മത്സരത്തിന് തന്നെയാണ് വേദിയൊരുങ്ങുന്നത്. BJPയും LDFും UDFും ശക്തരായ സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ കഴിവ് തെളിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അവരാര് നേടുമെന്നും ആര് വീഴുമെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കാത്തിരിക്കുകയാണ് കേരളം.